വേൾഡ് കപ്പിൽ അതിനിർണായകമായ മത്സരത്തിനിറങ്ങുകയാണ് അർജന്റീന. നാളെയാണ് അർജന്റീനയുടെ മത്സരം. അതായത് ജൂലൈ 7-ാം തീയതി ഇന്ത്യൻ സമയം രാത്രി 9:30 അർജന്റീന ഈജിപ്ത് പോരാട്ടം നടക്കുന്നത്. വേൾഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനലിലേക്കുള്ള നിർണായക മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്തിനെ മറികടക്കാൻ അർജന്റീനക്കാവുമോ? പ്രീ ക്വാർട്ടറിൽ ക്യാപ് വമ്പൻ പോരാട്ടത്തിനൊടുക്കമാണ് അർജന്റീന വിജയിച്ചത്. ഇതും ആഫ്രിക്കൻ കരുത്തന്മാർ തന്നെയാണ്. ഓസ്ട്രേലിയയെ മറികടന്നുകൊണ്ടാണ് ഈജിപ്തിൻ്റെ വരവ്. ടീമിൽ വലിയ മാറ്റങ്ങൾ തന്നെയുണ്ടാകുമെന്ന് സ്കലോണി മത്സരത്തിന് മുന്നേ തന്നെ അറിയിച്ചതാണ്. ക്യാപ് പോരാട്ടത്തിൽ ടീമിൽ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുവെന്നും അതിലൊരു മാറ്റമുണ്ടാകുമെന്നും സ്കലോണി തുറന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈജിപ്തിനെതിരായുള്ള നിർണായക മത്സരത്തിൽ അർജന്റീൻ ടീമിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അർജന്റീൻ ടീമിൻ്റെ മധ്യനിരയിലാണ് അഴിച്ചുപണിക്ക് സാധ്യതകളേറെയും. ഏതായാലും ഈജിപ്തിനെതിരെ അർജന്റീന ഇറങ്ങാൻ ഏറ്റവും സാധ്യതയുള്ള അല്ലെങ്കിൽ സ്കലോണി പരീക്ഷിക്കുന്ന പ്ലേയിങ് 11 ഇങ്ങനെയായിരിക്കും. നമുക്ക് നോക്കാം. ഗോൾ കീപ്പർ പൊസിഷനിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്ത്യൻ റൊമേറോയും. ഇനി റൈറ്റ് ബാക്കിൽ നൗഹേൽ മൊളീന. ലെഫ്റ്റ് ബാക്കിൽ ഫക്കുണ്ടോ മെദീനയ്ക്ക് പകരം നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ ആയിരിക്കും കളിക്കുക. ഫക്കുണ്ടോ മെദീനയ്ക്ക് മുമ്പ് സ്കലോണിയുടെ സ്ഥിര ആയുധമായിരുന്നു ടാഗ്ലിയാഫിക്കോ. അദ്ദേഹം പരിക്കേറ്റതിനാൽ ഫക്കുണ്ടോ മെദീനയ്ക്ക് സ്ഥാനം നൽകുകയായിരുന്നു. കൈയടി അർഹിക്കുന്ന പ്രകടനം തന്നെയാണ് മെദീന കാഴ്ചവെച്ചത്. പക്ഷേ ഈജിപ്തിനെതിരായുള്ള പോരാട്ടത്തിൽ ടാഗ്ലിയാഫിക്കോയെ തന്നെയായിരിക്കും സ്കലോണി കളത്തിലേക്ക് ഇറക്കുക. മധ്യനിരയിലാണ് ഏറ്റവും വലിയ മാറ്റം വന്നിട്ടുള്ളത്. ലിയാൻഡ്രോ പരഡസ് ടീമിലെ ഫസ്റ്റ് 11-ൽ ഇടം നേടും. അദ്ദേഹത്തിനൊപ്പം എൻസോ ഫെർണാണ്ടസ്, മാക്കലിസ്റ്റർ, റോഡ്രിഗോ ഡിപോൾ എന്നിവരായിരിക്കും. അതായത് തിയാഗോ അൽമേഡ ഫസ്റ്റ് 11-ൽ നിന്ന് പുറത്തേക്ക്. ഡിഫൻസിനെ കുറച്ചുകൂടി കെട്ടുറപ്പുള്ളതാക്കാൻ വേണ്ടിയാണ് സ്കലോണി ഈ തീരുമാനത്തിലെത്തുക എന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. കാരണം കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീൻ ഡിഫൻസും മധ്യനിരയും തമ്മിലുള്ള വലിയ ഗ്യാപ്പ് നമുക്ക് മത്സരത്തിലുടനീളം കാണാൻ സാധിച്ചിരുന്നു. ഇനി മുന്നേറ്റ നിരയിൽ ലിയോ മെസ്സിക്കൊപ്പം ലൗത്തരോ മാർട്ടിനസിനെ മാറ്റിക്കൊണ്ട് ഹൂലിൻ ആൽവരസിനെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനം നൽകാനായിരിക്കും സ്കലോണി തീരുമാനിക്കുക. 4-4-2 എന്ന പൊസിഷനിൽ ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. 4-3-3 മാറുകയാണെങ്കിൽ മാക്കലിസ്റ്റർ ഫ്രണ്ട് 3-ലോട്ട് കയറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. ഈജിപ്തിനെതിരായുള്ള പോരാട്ടത്തിൻ്റെ മത്സരഫലം എന്താകുമെന്ന നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളും അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.